ഇത് ബാൻഫിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇത്. ആ പോകുന്ന എൽക്കാണ്. എൽക്കെന്ന് പറഞ്ഞ മൃഗമാണ്. അത് ഇത് റോഡ് ക്രോസ് ചെയ്ത് പോവാണ്. ഇവിടെ വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. അവർ ഒരു കൂട്ടമായിട്ടേ പോവുള്ളൂ കേട്ടോ, 1 2 ആയിട്ടല്ല. അവർ ധാരാളം എൽക്കുകൾ ഇങ്ങനെ ഒരു 10 15 20 ആയിട്ടൊരു ഗ്രൂപ്പായിട്ടേ അവർ പോവുള്ളൂ. ഇപ്പം റെയിൽവേ ക്രോസിങ്ങും കൂടെയാണ്. അവരതിലെ ക്രോസ് ചെയ്ത് വേണം. മാക്സിമം സ്പീഡ് 30 എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ പതുക്കെ പോകുന്നത് കേട്ടോ. വണ്ടിയെല്ലാം അവർക്ക് വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ട്രാവൽ വിത്ത് പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കാനഡയിൽ ആൽബർട്ട പ്രൊവിൻസിൽ ബാൻഫ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗണിനുള്ളിലാണ്. ഈ ചെറിയ ടൗണിലാണെങ്കിലും ഇത് ലോകം മുഴുവൻ പ്രശസ്തമായ ഒരു ടൗണാണ് ടൂറിസം കൊണ്ട്. ഏകദേശം ഒരു വർഷം 3.1 മില്യൺ ആണ് കനേഡിയൻ ഡോളറാണ് ഈ ബാൻഫ് ടൗണിലെ മാത്രം വരുമാനം. ആവറേജ് കണക്കനുസരിച്ച് ഒരു ദിവസം 23,000 ടൂറിസ്റ്റുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഒരു 4 കിലോമീറ്ററിന് ചുറ്റളവിലുള്ള ഈ ടൗണും ചുറ്റളവ് മാത്രമേ ഉള്ളൂ ഈ ടൗണും. അതുപോലെ ഇവിടെ കുറച്ച് 9,000 ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയും, അത് എല്ലാം കൂടെ ഉൾപ്പെടെ ഒരു 4 കിലോമീറ്റർ താഴെയുള്ളൂ. എൻ്റെ പുറകെ കാണുന്ന റോക്കി മൗണ്ടൻ മലനിരകളാണ്. അതിൻ്റെ താഴെ ഇപ്പോൾ ഒരു ബസ് വരുന്നത് കാണാം. അത് ബോ റിവർ, ഈ ബാൻഫ് ടൗണിൻ്റെ നടുക്കിൽ കൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ബോ റിവർ. അതിൻ്റെ ഒരു ബ്രിഡ്ജിൽ കൂടെയാണ് ആ വണ്ടി വരുന്നത്. അത് ഈ ബാൻഫ് സിറ്റിയുടെ ബസ്സാണ്. ഫുള്ളി ഇലക്ട്രിക്കലായിട്ട് ഓടുന്ന ഒരു ബസ്സാണിത്. അപ്പം ഇതിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ അപ്പുറയാണ് ബാൻഫ് ടൗൺ. ശരിക്കും അവിടെ കൂടുതലായിട്ടും ഒരുപാടായിട്ടുള്ളത് റെസ്റ്റോറൻറ്റുകളും അതുപോലെ ലോഡ്ജിങ്ങുകൾ, അതുപോലെ സുവനീർ ഷോപ്പുകളൊക്കെയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ബാൻഫ് ടൗണിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ട്രാവൽ വിത്ത് പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ ഈ ബാൻഫ് ടൗണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടൗണാണ് കാനഡയിലെ. ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ടൗണുകളിൽ ഒന്നാണ്. ഇത് ശരിക്കും ഇതൊരു ടൗണായിട്ട് വരുന്നത് 1870 റെയിൽവേയുടെ ലൈൻ ഇങ്ങോട്ട് വരുന്നതോടുകൂടിയാണ് ഇതൊരു ചെറിയ ടൗണായിട്ട്. ബാൻഫ് ഏത് സമയത്തും ബിസിയുള്ളൊരു ടൗണാണ്. ഇത് ശരിക്കും റിസോർട്ട് ടൗൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഏകദേശം ഇപ്പോൾ ശരിക്കും സ്പ്രിങ് ശരിക്കും ഓഫ് സീസൺ ആണെങ്കിൽ പോലും നല്ല ബിസിയാണിപ്പം. കാരണം ഇപ്പോൾ സ്നോ എല്ലാം മെൽറ്റായി സമ്മറിലേക്ക് പോവാണ് വെതർ. പക്ഷേ ആളുകളൊക്കെ വരുന്നുണ്ട്. കാരണം ഈ സ്പ്രിങ് വെതർ ആസ്വദിക്കാനുള്ള ആളുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഈ ബാൻഫ് ടൗൺ ഇരിക്കുന്നത് ഇതിന് ചുറ്റും റോക്കി മൗണ്ടൻസ് മലനിരകളുടെ നടുക്കാണ്. ഇത് കണ്ടോ, ഇത് കാണുമ്പം അതിൻ്റെ പുറകെ കാണാം. അതുപോലെ അതേ സൈഡിലൊക്കെ കണ്ടോ, പുറയിൽ റോക്കി മൗണ്ടൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വ്യൂ ഭയങ്കരമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ടൗണുകളിൽ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ടൗണുകളിൽ ഒന്നാണ് ബാൻഫ്. ഇപ്പോൾ ബാൻഫിൽ ഞങ്ങൾ നടക്കുന്ന സമയം 7 മണിയാണ്. ഇവിടെ ഇപ്പോൾ സൺസെറ്റ് 8:15 സ്പ്രിംഗ് ടൈമാണ്. അതുകൊണ്ട് സൺസെറ്റ് ഇത്തിരി താമസിച്ചാണ്. 8:15 സൺസെറ്റ്. അതുകൊണ്ട് ഇപ്പോഴും ഈ ബാൻഫ് ടൗണ് നല്ല ബിസിയാണ്. ടൂറിസ്റ്റുകളെ കൊണ്ട് നല്ല ബിസിയാണ്. ഇത് ശരിക്കും അറിയുന്ന റിസോർട്ട് ടൗൺ എന്നാണ്. ഈ ബാൻഫ് ടൗണിനെ അറിയപ്പെടുന്നത് റിസോർട്ട് ടൗൺ എന്നാണ്. കാരണം ഇത് ടൂറിസം ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വരുമാനം. ഏകദേശം ഒരു വർഷം 3 മില്യൺ ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് ഒരു ഡെയിലി കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 23,000 ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടൗണിൻ്റെ എവിടെ നോക്കിയാലും ഇതുപോലെ ചെറിയ ചെറിയ ഇൻ്റർസെക്ഷനാണ്. ഇതുപോലെ ആളുകൾ ക്രോസ് ചെയ്യുന്നത് കാണാം. റോഡുകളൊക്കെ ഇത് കണ്ടോ, ഇത് വളരെ വീതി കുറഞ്ഞ റോഡുകളാണ്. ഇത് സ്പ്രിങ് ആയതുകൊണ്ടാണ് ഈ ചെളിയൊക്കെ ആയിട്ട്, കാരണം ഐസൊക്കെ മെൽറ്റായി വെള്ളമായി, അപ്പോൾ ഒരു ചെളിയായിട്ട് ഇരിക്കുന്നത്. ഒരു സമ്മറിൽ വരുമ്പോൾ ഇതിന് വേറെ വൈബാണ്. ഈ ചെടികളൊക്കെ ഇവിടെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടാവും. ഇത് കണ്ടോ, ഇതൊരു ചെറിയ ഇൻ്റർസെക്ഷനാണ്. ഇവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. തിരക്കാണ്. പിന്നെ എവിടെ നോക്കിയാലും റെസ്റ്റോറൻറ്റുകളാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത ഇത് കണ്ടോ, ഈ മൗണ്ടൻസ് തന്നെയാണ്. ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, അത് ക്ലോക്ക് ടവർ വില്ലേജ് മാൾ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആ രൂപകൽപ്പന, ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭംഗി വളരെ രസമാണ്. ഇതുകൊണ്ട് ഇവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം ഇതുപോലെയാണ്. ഒരു ആൻറ്റിക് ആയിട്ട് ഒരു പഴയ ഒരു ടൗണിൻ്റെ ഒരു പ്രതീതിയാണ് ഇത് തരുന്നത്. ഇത് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പം അതിൻ്റെ പുറയിൽ റോക്കി മൗണ്ടൻ മലകൾ ഈ സൈഡിൽ നിന്ന് കാണാം. ഇത് 4 സൈഡിലും റോക്കി മൗണ്ടൻ മലകളാണ്. ടൂറിസം മാത്രമാണ് ഇവിടുത്തെ ഏക വരുമാനം. ഇത് കണ്ടോ, ഇവിടുത്തെ ബാൻഫ് സിറ്റിയുടെ ബസ്സാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഗ്രിസ്ലി ബെയറിൻ്റെ ഫോട്ടോസാണ്. ഈ ബാൻഫ് ടൗണിന് ചുറ്റുമുള്ള റോക്കി മൗണ്ടൻസിൽ ധാരാളം വൈൽഡ് ലൈഫുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ട നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു വന്യമൃഗമാണ് ബെയർ. അത് ധാരാളം ഇവിടെ. സമയം ഒരു 7:45.
ഇപ്പോഴും ഒരു ക്ലൗഡിയാണ് അന്തരീക്ഷം. അങ്ങ് സൂര്യൻ അങ്ങ് കാണാം, ക്ലൗഡിൻ്റെ ഇടയിൽ സൂര്യൻ കാണാൻ പറ്റും. ഇവിടെയൊക്കെ പുറകിൽ റോക്കി മൗണ്ടൻസ് ആണ്. ഈ റോക്കി മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അഡ്വഞ്ചറസ് സ്പോർട്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ളവരുടെ ഒരു പറുദീസ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്കീയിങ് ആയിട്ടും സ്നോ ബോർഡിങ് ആയിട്ടും അതുപോലെ സ്നോ മൊബൈലിങ്, അങ്ങനെ ഒരുപാട് ഈ സ്നോയിലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്ടിങ് ഒരു ഏറ്റവും ആളുകൾ വരുന്ന ഒരു സ്പോട്ടാണ് ഈ റോക്കി മൗണ്ടൻസ് മലനിരകൾ. അപ്പോൾ ഈ സമയത്തൊക്കെ ഇപ്പോഴും ഐസ് മെൽറ്റായിട്ടില്ല, സ്നോ അവിടെ ഉണ്ട്. അപ്പം കൂടുതൽ ആളുകളും സ്കീയിങ്ങിനാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ആംബിയൻസിൽ കാനഡയുടെ ഫ്ലാഗാണ് ഈ കാണുന്നത്. അതുപോലെ ഇവിടെ ബാൻഫ് പാർക്ക് മ്യൂസിയം ഉണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ മ്യൂസിയമാണ്. ഇന്നിപ്പോൾ ഇത് ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ മ്യൂസിയം, ഈ ബിൽഡിങ് പണിതിരിക്കുന്നതാണ് മുഴുവൻ തടിയിലാണ്. ഈ മ്യൂസിയത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്ത് 1943 വളരെ മനോഹരമായ ഒരു മ്യൂസിയം. അത് ആ റോക്കി മൗണ്ടൻസിൻ്റെ താഴെ ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ ആ ബാൻഫ് ടൗണിൻ്റെ ആ തിരക്കിൽ നിന്നൊക്കെ ഇച്ചിരി ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്, ബോ റിവർ എന്ന് പറയും. ഈ റോക്കി മൗണ്ടൻസ് ഗ്ലേഷ്യറിൽ നിന്ന് ഐസ് ഉരുകി മെൽറ്റായി വന്ന് ഒരു റിവർ ആയതാണ്. ആ റിവർ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ബോ റിവർ. ഈ ബോ റിവർ ബാൻഫ് ടൗണിൻ്റെ നടുക്കോടെ തന്നെയാണ് ഒഴുകുന്നത്. ഇപ്പം വെള്ളം വളരെ കുറവാണ്. ഇനി ഒരു സമ്മർ ആകുമ്പോഴത്തേക്കും ആ ഐസെല്ലാം മെൽറ്റായി വരുമ്പം ഈ റിവർ ഫുള്ളായിട്ട് വെള്ളമായിരിക്കും. ഇപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ മാത്രമേ വെള്ളം ഒഴുകുന്നു, ബാക്കിയൊക്കെ ഐസാണ്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ ഏറ്റവും അങ്ങേറ്റതൊരു അതിമനോഹരമായൊരു ബിൽഡിംഗ് കാണാം. ആ ബിൽഡിംഗ് എന്താണെന്ന് അറിയത്തില്ല, ഒരു കനേഡിയൻ ഫ്ലാഗോട് കൂടി അതിമനോഹരമായൊരു ബിൽഡിങ്. പിന്നെ ഈ സൈഡിൽ കണ്ടോ, ഇതും ഒരു പീക്കാണ്, ഒരു മൗണ്ടൻ, റോക്കി മൗണ്ടൻസിൻ്റെ മറ്റൊരു ഭാഗമാണ്. എവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. അവിടെയാണ് ശരിക്കും ബാൻഫ് ടൗണ്, അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ബോ റിവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ബാൻഫിലെ സിറ്റി സർവീസ് ബസ്സാണ് ഈ പോകുന്നത്. ഇതൊരു ഇലക്ട്രിക് ബസ്സാണ്. ഇത് കണ്ടോ, മൗണ്ടൻ ഗോട്ടിൻ്റെ പടമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുമ്പേ ആ ബ്രിഡ്ജിൽ നിന്ന് കണ്ട ബിൽഡിംഗ് ഇതാണ്. വെൽക്കം ടു ദ കാസ്കേഡ്സ് ഓഫ് ടൈം ഗാർഡൻ. ഇതൊരു ഗാർഡൻ ആണെന്ന് തോന്നുന്നു. ഇത് സമയം ഇപ്പോൾ എത്ര ആയതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഗേറ്റ് തുറന്നാണ് കിടക്കുന്നത്, ഉള്ളിൽ കയറാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ആ ബിൽഡിങ് ഭയങ്കര രസമാണ്. അതിൻ്റെ പുറകിൽ ആ റോക്കി മൗണ്ടൻസ് എല്ലാം കൂടെ വരുമ്പം ഭയങ്കര രസമായിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഇതുണ്ട്, വെൽക്കം ടു ദ കാസ്കേഡ്സ് ഓഫ് ടൈം ഗാർഡൻസ്. ഇവിടെ ഇങ്ങനെ തടി കണ്ടുകൊണ്ട് ഒരു ബോർഡും ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാവുന്ന രീതിയിൽ ഒരു ബെഞ്ചും ഉണ്ട്. ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മൾ മുമ്പേ കണ്ട അങ്ങ് ദൂരെ നിന്ന് കണ്ട ബിൽഡിംഗ് ആണ്. ഇത് ഇവിടുത്തെ ഇപ്പോൾ കണ്ട കാസ്കേഡ് ഓഫ് ടൈം ഗാർഡൻ ആണ്. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് ആ റോക്കി മൗണ്ടൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. മൗണ്ടൻസിനുള്ളിൽ ഒരുപാട് വൈൽഡ് ലൈഫിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്ക് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ട മൃഗങ്ങളുടെ വീഡിയോസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരുപാട് മൃഗങ്ങളെ ഞങ്ങൾ കണ്ടു. അതുപോലെ ഈ വന്ന വഴിക്കുള്ള വീഡിയോസും വളരെ ഭംഗിയുള്ള, കാരണം ഈ റോക്കി മൗണ്ടൻസിന് നടുവിലൂടെയാണ് ഹൈവേ വരുന്നത്. അപ്പോൾ ഈ മൗണ്ടൻസ് ഇങ്ങനെ അടുത്തായിട്ട് കാണാൻ പറ്റും. അതൊരു വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇത് കണ്ടോ, ഇത് ബാൻഫ് ടൗണിന് നടുവിലുള്ളൊരു ചർച്ച്, ഒരു ചെറിയ ചർച്ച് ബിൽഡിങ്ങാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇവിടെ ഓരോ കെട്ടിടത്തിനും ഓരോ ഭംഗിയാട്ടോ. ഇപ്പോൾ ഏകദേശം സൺസെറ്റ് ആയപ്പോൾ തന്നെ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചെറുതായിട്ട് തണുപ്പും അനുഭവിച്ചു തുടങ്ങി. ഇവിടെ എവിടെ ക്യാമറ വെച്ചാലും ഭയങ്കര ഭംഗിയാണ്. ഓരോ ബിൽഡിങ്ങുകൾക്കും ഭംഗിയാണ്. ഇത് കണ്ടോ, ഇത് വേറെ ഒരു ബിൽഡിങ്ങാണ്. ഞങ്ങൾ ഇങ്ങനെ വന്ന്, അത് ചർച്ചാണോന്ന് സംശയമുണ്ട്, ബോർഡൊന്നും കണ്ടില്ല. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. കാനഡയിലെ ബാക്കി ടൗണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു രൂപഭംഗിയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കെല്ലാം. നമ്മൾ മുമ്പേ റോഡിൻ്റെ അപ്പുറം നിന്ന് കണ്ടില്ലേ, ഇത് ചർച്ച് തന്നെയാണ്. റെൻഡിൽ മെമ്മോറിയൽ ചർച്ചാണ്. ഈ ബിൽഡിങ്ങാണ് മുമ്പേ നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടത്. ഇതുകൊണ്ട് അങ്ങോട്ട് ഇപ്പം നല്ല തിരക്കായി. റോഡ് ഫുട്പാത്തിലൊക്കെ ധാരാളം ആളുകൾ. ബാൻഫിൽ ഏറ്റവും തിരക്കുള്ള ഒരു മാസം എന്ന് പറയുന്നത് ജൂലൈ മാസമാണ്. ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ജൂലൈ മാസത്തിലാണ്. അതുപോലെ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ തിരക്കുണ്ട്. അതിൽ ഏറ്റവും തിരക്ക് ജൂലൈയിലാണ്. പിന്നെ അടുത്ത സീസൺ തുടങ്ങുന്നത് ഡിസംബർ മുതൽ ഏകദേശം ഒരു മാർച്ച് വരെ, സ്പ്രിങ് തുടങ്ങുന്നിടം വരെ ഇവിടെ തിരക്കുള്ള സമയമാണ്. ബാക്കി സമയങ്ങളിൽ തിരക്ക് കുറവ് ആണെന്നല്ല, നല്ല തിരക്ക് തന്നെയാണ്. പക്ഷേ ജൂലൈ മാസത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് ടൂറിസ്റ്റുകൾ, സമ്മർ ടൈമാണ്. നമുക്കിവിടെ റൂമൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. റൂം കിട്ടിയാൽ തന്നെ നല്ല റേറ്റുമാണ്. അപ്പോൾ സാറിന് നമ്മളൊക്കെ വരുമ്പം ഈ ബാൻഫ് ടൗണിൽ നിന്നും മാറി ക്യാൻമോർ എന്ന് പറഞ്ഞ ചെറിയ ടൗണുണ്ട്, അവിടെയാണ് സാറിന് നമ്മൾ റൂം ഈ സമയങ്ങളിൽ, ജൂലൈ സമയങ്ങളിലൊക്കെ ബുക്ക് ചെയ്യുന്നത്.
ഇപ്പം ഭയങ്കര തിരക്കായി, ഫുട്പാത്തുകളിലൊക്കെ ഭയങ്കര തിരക്കായി. ഇതൊരു ബസ് സ്റ്റേഷനാണ് കേട്ടോ, ആളുകൾ ബസ് കാത്ത് നിൽക്കുന്നതാണ്. റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടെ കയറി നമുക്ക് എന്തെങ്കിലും വാങ്ങാം. നമുക്കിവിടെ ഞങ്ങൾ ഇതൊരെണ്ണം വാങ്ങിക്കാൻ നല്ല വില കേട്ടോ, നല്ല റേറ്റ്, $7 അതിന്. ഇതൊക്കെ ഉണ്ട്. അത് മതിയാണോ? കാണിച്ചോ. ഓക്കെ, അപ്പം ഞങ്ങൾ ഈ ഒരു സുവനീർ മാത്രം മേടിച്ചുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ്, ഒരു രക്ഷയില്ല. ഇതിനിപ്പോൾ $7. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. വെളിയിൽ നല്ല തണുപ്പായി. അപ്പോൾ സമയം ഏകദേശം 8:30 കഴിഞ്ഞു, 8:45. ലൈറ്റ് പോയി, സൺസെറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ ഇരുട്ടിലേക്ക് പോവാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പുമായി, നല്ല ഇവിടെ നിൽക്കാൻ പാടില്ലാത്ത തണുപ്പുമായി. ബാൻഫ് ടൗണിൽ നല്ല തിരക്കുമായി. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം, കാരണം തണുപ്പായതുകൊണ്ട് ബാറ്ററി ഡൗൺ ആകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ട്രാവൽ വിത്ത് പ്രിൻസ് എന്ന നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.